നമസ്കാരം. ലോകം വീണ്ടും ആശങ്കയുടെ നിഴലിൽ നിന്ന് പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് നീങ്ങുകയാണ്. മാസങ്ങളായി പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തിയ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ഉടമ്പടിക്ക് ധാരണയായെന്നും ഉടമ്പടി ഒപ്പുവെക്കുന്ന ദിവസം തന്നെ ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദിവസങ്ങളായ വധഭീഷണിയും യുദ്ധഭീഷണിയും സൈനിക നീക്കങ്ങളും തിരിച്ചടികളും കൊണ്ട് വിറങ്ങലിച്ചിരുന്ന പശ്ചിമേഷ്യയിൽ ഈ പ്രഖ്യാപനം പുതിയ പ്രതീക്ഷയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്കൻ സേന വെടിവെച്ചിട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ഡ്രോണുകളെയാണ് വെടിവെച്ചിട്ടതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ ഇറാനുമായി സമാധാന ഉടമ്പടി ഒപ്പിടുമെന്നും ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഇറാനുമായി സമാധാന ഉടമ്പടിയിലെത്തി. ഉടമ്പടി ഒപ്പിടുന്ന ദിവസം തന്നെ ഹോർമൂസ് തുറക്കും. ദിവസങ്ങൾക്കുള്ളിൽ ഇക്കാര്യം നടക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചിലപ്പോൾ സമാധാന ഉടമ്പടിയിൽ ഈ ആഴ്ച തന്നെ ഒപ്പിട്ടേക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവെക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നുവെന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇറാനിലെ ഉന്നത നേതൃത്വവുമായി ചർച്ച നടന്നുവെന്നും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഇറാനെതിരെ നിശ്ചയിച്ചിരുന്ന ആക്രമണങ്ങൾ റദ്ദാക്കിയിരിക്കുന്നുവെന്നും ട്രംപ് പിന്നീട് പറഞ്ഞു. ഇസ്രായേൽ, സൗദി അറേബ്യ, UAE, ഖത്തർ, തുർക്കി, പാകിസ്ഥാൻ, ബഹ്റിൻ, കുവൈറ്റ്, ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും ഉടമ്പടിയുടെ നിബന്ധനകൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാന് നേരെയുള്ള US ആക്രമണം തുടർച്ചയായ മൂന്നാമത്തെ രാത്രിയും ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഇറാനെ US വളരെ ശക്തമായി ആക്രമിക്കുമെന്നും ഇറാന്റെ നാവികസേന, വ്യോമസേന, റഡാർ തുടങ്ങിയ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞിരുന്നു. യുദ്ധഭൂമിയിൽ പ്രതീക്ഷയും അനിശ്ചിതത്വവും ഒരുപോലെ നിലനിൽക്കുകയാണ്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്കൻ സേന വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം കടന്നുപോകുന്ന ഈ കടലിടുക്ക് അടച്ചുപൂട്ടിയതോടെ ആഗോള സമ്പദ് വ്യവസ്ഥയിലും ആശങ്കയിലായിരുന്നു. കടലിടുക്ക് വീണ്ടും തുറക്കുമെന്ന വാർത്ത അന്താരാഷ്ട്ര വിപണികളിലും വലിയ ചലനങ്ങൾ ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രായേൽ, സൗദി അറേബ്യ, UAE, ഖത്തർ, തുർക്കി, പാകിസ്ഥാൻ അടക്കമുള്ള മേഖലാ ശക്തികൾ കരാറിന്റെ അടിസ്ഥാന വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ടുണ്ടെന്ന ട്രംപിന്റെ അവകാശവാദവും ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. എന്നാൽ മാസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തകർന്ന വിശ്വാസവും മേഖലയിൽ നിലനിൽക്കുന്ന സൈനിക സംഘർഷങ്ങളും കണക്കിലെടുക്കുമ്പോൾ സമാധാനത്തിലേക്കുള്ള വഴി ഇപ്പോഴും ദുഷ്കരമാണ് എന്നാണ് വിദഗ്ധർ പോലും നൽകുന്ന മുന്നറിയിപ്പ്. യുദ്ധത്തിലേക്കോ സമാധാനത്തിലേക്കോ? പശ്ചിമേഷ്യയുടെ ഭാവിയും ആഗോള സാമ്പത്തിക രംഗത്തിന്റെ ഗതിയും നിർണ്ണയിക്കാവുന്ന ഒരു നിർണായക നിമിഷത്തിലെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലോകം നെഞ്ചുടിപ്പോടെ കാത്തിരിക്കുകയാണ്.